പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിലെ എക്കാലവുമുള്ള ചിന്തയാണ്, ഏതു തടസ്സങ്ങളെയും മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. അങ്ങനെ ഒരു ചിന്തയാണ് ഇന്ന് വചനത്തിലൂടെ കർത്താവ് തരാൻ പോകുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനും ഇല്ല. ആത്മാവിന്റെ പ്രവൃത്തിയെ തടയാൻ, ആത്മാവിന്റെ ചലനങ്ങളെ തടയാൻ, ആത്മാവിന്റെ ശക്തിയെ തടയാൻ കഴിവുള്ള, അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ പല തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടാറുണ്ട്. ഒരിക്കൽ ആലയം പണിക്ക് സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് പോയി. ആലയത്തിന്റെ പണി തുടങ്ങി 16 വർഷം ആ പണി തടസ്സപ്പെട്ടു. ഇനിയും പണിയാൻ കഴിയത്തില്ല എന്ന സാഹചര്യം വന്നപ്പോൾ 2 പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. സെരൂബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞ് സഖരിയ പ്രവാചകൻ പ്രവചിക്കുക, സെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. അവിടെ ചുറ്റുപാടുകളിൽ നേരിട്ട തടസ്സങ്ങളാണ്. അവിടെ വെളിപ്പെട്ട തടസ്സത്തിൽ ഒരു അക്ഷരീക പർവ്വതം അവിടെ ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് കാണുവാണ്, തടസ്സങ്ങളെ പർവ്വത സമാനമായിട്ട് കാണുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ മഹാപർവ്വതം സമഭൂമിയാകാൻ പോകുകയാണ്. എങ്ങനെയാകുന്നെന്ന് കേട്ടോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. അപ്പൊ ഈ വചനത്തിൽ നിന്ന് ഒരു സന്ദേശം പഠിച്ച്, നിനക്ക് മുമ്പിൽ വരുന്ന ചെറുതും വലുതുമായ തടസ്സം, പർവ്വത സമാനമായ തടസ്സം, നിനക്ക് മുമ്പിൽ തലപൊക്കി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, ആ തടയുന്ന മനുഷ്യകരങ്ങൾ എത്ര നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും അവിടെ പ്രവർത്തിക്കുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനത്രേ. ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ പ്രവൃത്തിയെ തടയാൻ ഒരു മനുഷ്യകരങ്ങൾക്കും അധികാരമില്ല. ഇന്ന് ഈ രാവിലെ മെസ്സേജ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ട തടസ്സം എത്ര വലുതാണെങ്കിലും ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് നീ വിധേയപ്പെട്ട് കൊടുക്കുന്നെങ്കിൽ ആ തടസ്സത്തെ ദൈവം എന്നേക്കുമായി ഇല്ലായ്മപ്പെടുത്തും. നമുക്കൊന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. ശക്തമായ എതിർപ്പുകളും ശക്തമായ തടസ്സങ്ങളും ഞങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങയുടെ ആത്മാവിന്റെ മുമ്പിൽ ഒരു മനുഷ്യാധികാരത്തിനും സ്ഥാനമില്ലല്ലോ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനൊരു വിടുതൽ കൽപ്പിക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിന്റെ ആത്മക്കണ്ണ് തുറന്ന് നീ കാണണം. ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ തടയാൻ ഒരു മനുഷ്യകരങ്ങൾക്കും അധികാരമില്ല. ദൈവം പ്രവർത്തിക്കും, ആരത് തടുക്കും. ഗോഡ് ബ്ലസ് യു.